ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനസ് സ്പൈസസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സിംഗപ്പൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. സിംഗപ്പൂർ ചിക്കൻ ബിരിയാണി. ഇതേ സ്റ്റൈലിലാണ് മലേഷ്യൻ ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മളൊരുപാട് വെറൈറ്റി റൈസസ് ഉണ്ടാക്കുന്നതിൽ ഒരുപാട് തരം ബിരിയാണി, മജ്ബൂസ്, മന്തി, കബ്സ ഇതൊക്കെ ഉണ്ടാക്കാറില്ലേ? അപ്പോൾ ഒരു ചേഞ്ചിന് സിംഗപ്പൂർ ബിരിയാണി ആയാലോ? ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഫ്യൂഷൻ റെസിപ്പിയാണ് കേട്ടോ. ഫ്യൂഷൻ മലേഷ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ഡിഷിൽ. എന്നാൽ ഒരു തമിഴ് ബിരിയാണിയുടെ ഒരു ടച്ചും ഉണ്ട്. തിരക്കേടില്ലാത്ത നല്ല ടേസ്റ്റാണ്. ഒരു നല്ല മസാല ബിരിയാണി കഴിക്കാൻ തോന്നുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയൊരു ബിരിയാണി. ഇതിന് ചിക്കൻ മസാല വേറെയും ചോറ് വേറെയാണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഒരുമിച്ച് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. പക്ഷെ ഇതിന് ദമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. നന്നാക്കി വൃത്തിയാക്കി കഴുകി ഡ്രെയിൻ ചെയ്ത ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒന്ന് ചതച്ച പേസ്റ്റ് നമുക്ക് പരട്ടി വെക്കണം. ഇതിനു വേണ്ടി ഒരു പൂണ്ട്, ഒരു ഫുൾ ബൾബ് വെളുത്തുള്ളിയും അത്രയും തന്നെ ഇഞ്ചിയും കൂടി ഒരുമിച്ച് ചതയ്ക്കണം. അത് ചതച്ച് അതിൻ്റെ പേസ്റ്റും, 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ നാരങ്ങനീരും, ഇത്ര മതി. ഇത് പരട്ടി വയ്ക്കാം. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡി ആവണ വരെയും അതൊന്ന് മാരിനേറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് നോക്കാം റൈസിന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. 4 കപ്പ് ബാസ്മതിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യം വരും. 2 ഇടത്തരം സവാള സ്ലൈസ് ചെയ്തത്, 4 വലിയ അല്ലി വെളുത്തുള്ളി വേണം കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂണോളം വരുന്ന കറുകപ്പട്ട, 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, പിന്നെ 1 ടേബിൾ സ്പൂൺ ഏലക്ക. പിന്നെ ടൊമാറ്റോ പ്യൂറേ വേണം. ടൊമാറ്റോ പ്യൂറേ 2 ടീസ്പൂൺ മതി. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൊമാറ്റോ പ്യൂറേ യൂസ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് രമ്പ ഇല എന്ന് പറയുന്ന ബിരിയാണി കൈത ഇല എന്നും പറയും. പന്തൻ ലീവ്സ് 4 എണ്ണം ഇതുപോലെ കഴുകി ഒന്ന് കെട്ടിട്ടത്. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് വേണം. ഒരു 1/4 കപ്പിൽ കുറച്ച് കുറവ് മതി. പിന്നെ ഇതിനാവശ്യമുള്ള വെള്ളം വേണം. 5 കപ്പ് വെള്ളം, 1 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ഈ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇത് കിട്ടാനില്ലെങ്കിൽ പശുവിൻ പാല് യൂസ് ചെയ്താലും മതി. പിന്നെ ഉപ്പ് പാകത്തിന് 3-3.5 ടീസ്പൂൺ വേണ്ടി വരും. ഇതിന് പിന്നെ ഒരു എസൻസ് യൂസ് ചെയ്യാറുണ്ട്. അത് പാകിസ്ഥാൻ ബിരിയാണിക്കും നോർത്ത് ഇന്ത്യൻ ബിരിയാണിയിലും നോർത്ത് ഇന്ത്യൻ ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേവര എസൻസ് എന്നും പറഞ്ഞിട്ട് കിട്ടുന്നത്. 1 ടീസ്പൂൺ മാത്രം മതി. ഇനി നമുക്ക് നോക്കാം ചിക്കൻ മസാലയ്ക്ക് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിനു വേണ്ടി ഓയിൽ വേണം 1/2 കപ്പ്, 4 ഇടത്തരം സവാള സ്ലൈസ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പിന്നെയും നമുക്ക് വേണം 4 രമ്പയില ഇതുപോലെ കിട്ടിയത്, 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ കറുകപ്പട്ട, 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, വലിയ ജീരകം, പിന്നെ 1.5 മുതൽ 2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും, 1.5 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഫ്രൈ ചെയ്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ എല്ലാ ബിരിയാണിയും പോലെ കിസ്മിസും കാഷ്യൂനട്ട്സും പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി, പിന്നെ 2 ഇടത്തരം സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് ഗോൾഡൻ ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനാവശ്യമുള്ള എണ്ണയും വേണം. അപ്പോൾ ഇനി മെത്തഡിലേക്ക് കിടക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പാകത്തിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഈ പാനിൽ. മാരിനേറ്റ് ചെയ്ത് വെച്ചില്ല നമ്മൾ ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് കുറച്ച് നാരങ്ങനീര്, ഇത്രയേ ഉള്ളൂ ഈ ഇൻഗ്രീഡിയൻസ്. അത് കുറച്ച് നേരം ഒന്ന് പരട്ടി വെച്ചു, ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ. അത് ലൈറ്റായിട്ട് കുറച്ച് ഓയിലിൽ ഇതുപോലെ ഒരു ഫ്രൈങ് പാനിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് കളറൊന്നും വരരുത്. ഒരു ചെറുതായിട്ട് അതിൻ്റെ ക്രസ്റ്റ് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ വരാൻ വേണ്ടിയിട്ടാണ്. ആ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ ഒന്ന് ലോക്കാവാൻ വേണ്ടിയിട്ടാണ്. വളരെ ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇത് ഒരു തരത്തിലും ഇത് കുക്ക്ഡ് ആയിട്ടില്ലത്. ഇങ്ങനത്തെ ഒരു കളർ ആകുമ്പോൾ തന്നെ ഈ എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് പ്രഷർ കുക്കർ എടുക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ഇതിലേക്ക് യൂസ് ചെയ്ത ഓയിൽ തന്നെ സ്ട്രെയിൻ ചെയ്തിട്ട് ഒഴിക്കാം. ഒരു 1/2 കപ്പോളം ഓയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഏറ്റവും ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തിയരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി.
സോഫ്റ്റായി വരുമ്പോൾ തന്നെ നമുക്ക് സ്ലൈസ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. 4 സവാളയാണ് അങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ ആയി തുടങ്ങും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട ഇത് 3 കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അളവ് 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ കറുകപ്പട്ടയും 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പുമാണ്. അപ്പോൾ അളവിൽ നോക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ കറുകപ്പട്ട എന്ന് പറഞ്ഞാൽ ഒരു 3 ചെറിയ സ്റ്റിക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ അളവാണ് കൂടുതൽ. അപ്പോൾ അതായിരുന്നു ഹോൾ സ്പൈസസ് ചേർത്തതിന് ശേഷം നമുക്ക് പൗഡർ സ്പൈസസും കൂടി ചേർക്കണം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് 3 കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അടിയിലൊന്നും പിടിക്കാതെ നല്ലൊരു മണം കിട്ടുന്നത് വരെ. ഈ സ്റ്റേജിൽ നമുക്ക് ആ രമ്പേല ഇട്ട് കൊടുക്കാം. 2 രമ്പേല ഇതുപോലെ നന്നായിട്ട് കഴുകി ഒന്ന് കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് വല്ലാണ്ട് ഇങ്ങനെ നീളം ഉണ്ടാവും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത ആ ചിക്കൻ, ഇത് കുക്ക്ഡൊന്നും ആയിട്ടില്ല കേട്ടോ, വെറുതെ ഒന്ന് കളർ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. ആ വെള്ളവും ഒക്കെ കൂടി ചേർക്കുകയാണ് ഞാനിതിലേക്ക്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ടോസ് ചെയ്യണം. വഴറ്റിയ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളിയുടെയും ആ രമ്പേലയുടെ ഒക്കെ ഫ്ലേവർ ഇതിന്മേൽ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ. ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. അതിനുശേഷം 1 മുതൽ 1.25 കപ്പ് വെള്ളം വരെ ഇടാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കാരണം മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ ഉപ്പുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാം. നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽസ് വന്നാൽ മതി. ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ, നിങ്ങളുടെ നാടൻ കോഴിയാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം ഇത് തുറന്നു. ഒരുപാട് വെള്ളം ഉണ്ടാകാൻ പാടില്ല, ഇത്രയൊക്കെ വെള്ളം പാടുള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള പൗഡർ സ്പൈസസ് ആഡ് ചെയ്യാം. എന്തൊക്കെയാണ്? 1.5 മുതൽ 2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടിയും, കുറച്ചും കൂടി കൂടുതലൊരു ഫ്ലേവർ വേണമെങ്കിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ആ ചാറൊന്ന് കുറുകി വരുന്ന വരെ കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യാം. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ചിക്കനൊക്കെ കോട്ട് ചെയ്തിട്ട് ഒരു കുറുകിയ ഒരു ഗ്രേവിയിൽ കിടക്കുന്ന ചിക്കനാണ് നമ്മുടെ മസാല. അപ്പോൾ അത് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് സിംഗപ്പൂർ ബിരിയാണിക്കുള്ള ചോറുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു പോട്ടിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 4 വലിയ ടേബിൾ സ്പൂൺ നെയ്യ്. അങ്ങനെ ചൂട് നെയ്യിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 ഇടത്തരം സവാള സ്ലൈസ് ചെയ്തതായിരുന്നു. ഈ ബിരിയാണി ചോറിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ചേർക്കണം. അപ്പോൾ ഇതിന് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 4 വലിയ അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഈ സവാള ഒന്ന് നല്ല ഗോൾഡനായി തുടങ്ങണം. അപ്പോൾ നമുക്കതിലേക്ക് വീണ്ടും ഹോൾ സ്പൈസ് ചേർക്കണം. അപ്പോൾ ഇവിടെയും 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, 1/2 ടേബിൾ സ്പൂൺ കറുകപ്പട്ട ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസസ് ആഡ് ചെയ്ത് സ്പൈസസിൻ്റെ ഒരു മണം ഒന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അത്രയും മതി. ഒരുപാട് കൂടുതലാവുണ്ട്, അല്ലെങ്കിൽ ചോറിൻ്റെ കളറൊക്കെ മാറിപ്പോവും. പക്ഷേ ഈ കുറച്ചൊന്ന് ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്താൽ അത് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. 1/4 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും വീണ്ടും നമുക്ക് രമ്പയില ഇതിലേക്ക് ചേർക്കണം. ഇപ്രാവശ്യം 4 പാന്താൻ ലീവ്, 4 രമ്പയില ഇത് ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളവും പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളം ചേർത്ത് ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഒരു 3.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് 4 കപ്പ് ബസ്മതിക്ക്. ഇനി നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച ബാസ്മതി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 കപ്പ് ബാസ്മതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അരി ആഡ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ഒന്ന് തിളച്ച് വരണം. ഒന്ന് വന്ന് തുടങ്ങുന്ന കാണുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ
ഇവാപ്പറേറ്റഡ് മിൽക്ക് 1 കപ്പാണ് ഇതിന് ശരിക്കും ഒറിജിനൽ റെസിപ്പിക്ക് ആവശ്യമുള്ളത്. ഇവാപ്പറേറ്റഡ് മിൽക്ക് ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. മധുരമൊന്നുമില്ലാത്ത ഒരു ടിൻഡ് മിൽക്കാണത്. അതിൻ്റെ ഫ്ലേവറാണ് ഈ ബിരിയാണിക്ക് കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതില്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ചോറാവുന്നത് വരെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ, ഒരു 8-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചോറ് റെഡി ആയിരിക്കും. ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതായിട്ടുണ്ടാവും. മുകളിൽ നമുക്ക് ഇലകളൊക്കെ വേണമെങ്കിൽ എടുത്ത് ഇപ്പം മാറ്റാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മടിയിൽ നിന്ന് പതുക്കനെ മറിച്ചിട്ട് കൊടുക്കണം, ചോറ് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് ചൂടാറിക്കോട്ടെ, ആവി പോയിക്കോട്ടെ. എന്നിട്ട് ഏറ്റവും ഒടുവിലാണ് ഈ കേവറ എസെൻസ് ഇട്ട് കൊടുക്കുന്നത്. കേവറ എസെൻസ് ഒരു വെള്ളം പോലെയാണ്, റോസ് വാട്ടറൊക്കെ പോലെ, പക്ഷേ അത് പന്തൻ ഫ്ലവറിൻ്റെ എസെൻസാണ്. അത് കിട്ടാനില്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ചാലും മതി. 1 ടീസ്പൂൺ ഏറ്റവും ഒടുവിലാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി കളർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുങ്കുമപ്പൂ വെള്ളത്തിൽ ഇട്ട് കൊടുത്തത് അതും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇത്തിരി വെള്ളത്തിൽ കലക്കിയത് കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു കളറ് ഇവിടെ അവിടെയൊക്കെ ആയിട്ട് കിട്ടും. കാഷ്നട്ട്സും കിസ്മസും സവാളൊക്കെ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സിംഗപ്പൂർ സ്റ്റൈൽ ബിരിയാണി സെർവ് ചെയ്യാം. ഇവിടെ സിംഗപ്പൂർ ക്യൂക്കമ്പർ സ്ലൈസ് ചെയ്തിട്ട് ഒരു ടൊമാറ്റോ സോസിലിട്ടിട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഒരു തൈര് സാലഡും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. സിംഗപ്പൂർ സ്റ്റൈൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്താൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കൊറോണ വൈറസ് ആയിട്ട് എല്ലാവരും വീട്ടിൽ കൂടുതൽ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സിറ്റുവേഷൻ വേഗം മാറിക്കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.